വി.ഡി. സതീശൻ മന്ത്രിസഭ ഇന്നലെ ഒരു റെക്കോർഡിട്ടു. അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആദ്യ ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചിലതൊക്കെ തന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു. അതൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞ പോലെ ചെയ്യും ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള വകുപ്പ് വിഭജനം ചിലർ അലോസരം ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു മാറ്റിയിരുന്നു. അപ്പോൾ അത് വിട്ടുകൊടുക്കണമെങ്കിൽ തങ്ങൾക്ക് പകരമായി ഫിഷറീസ് കിട്ടണമെന്നാണ് ലീഗ് പറയുന്നത്. അതേസമയം ഞാൻ ഇന്നലെ ഒരു കാര്യം ലീഗിൻ്റെ നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചത്, ഈ ലീഗ് ഈ മന്ത്രിസഭയുടെ പ്രവർത്തനത്തിൽ അനാവശ്യമായി ഇടപെടുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വതന്ത്രനായി വിടുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കിയാൽ അത് മറ്റുള്ള കക്ഷികൾക്ക് പറയാനും ആരോപിക്കാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും വഴിമരുന്നാകും. നിങ്ങൾ ഒരുപാട് ജാഗ്രത പാലിക്കേണ്ട കാര്യമുണ്ട് എന്നവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് അതിനെക്കുറിച്ച് അവർ പൂർണ്ണ ബോധവാന്മാരാണ്. മറ്റുള്ള ശക്തികൾക്ക് ഇതിൽ നിന്ന്, പ്രത്യേകിച്ച് വർഗീയ ശക്തികൾക്ക് ഇതിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ ഈ സർക്കാർ തങ്ങളുടെ സർക്കാരാണ് എന്നവർ പറയുന്നുണ്ടായിരുന്നു. എന്നാലും എന്ത് സംഭവിക്കും നമുക്ക് കണ്ടറിയാം. ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരം തത്സമയം ചേരുകയാണ്. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. ശ്രീജിത്തെ, മ്യൂസിയത്തിലെ മഴക്കാറുള്ള ആ അന്തരീക്ഷത്തിൽ ഞാനിങ്ങനെ നടക്കുക, മനോഹരമായ കാഴ്ച. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. തിരുവനന്തപുരത്ത് നിന്നല്ലേ എല്ലാ ദിവസവും കാര്യങ്ങളൊക്കെ പറയുന്നത്. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. മ്യൂസിയത്തിലെ വൈബ് രാവിലെ വളരെ രസമാണ്. മ്യൂസിയത്തിലും കനോക്കുന്നിലുമൊക്കെ രാവിലെ നടന്നാൽ നമ്മൾ വേറൊരു തരത്തിലൊരു ചാർജ് ആവും. അങ്ങനെ ഒരു ഭാഗ്യമാണ് തിരുവനന്തപുരത്തുകാർക്ക് പൊതുവിൽ ലഭിക്കാറ്. എന്നാൽ ഇന്ന് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിലൊരു തീർപ്പുണ്ടാകാത്തതാണ്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ ഉടൻ തന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഗവർണറെ അറിയിക്കുകയും വൈകുന്നേരം തന്നെ വിജ്ഞാപനം ഇറങ്ങുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. എന്നാൽ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് ഫിഷറീസ് വകുപ്പാണ്. ലത്തീൻ സഭയ്ക്ക് മന്ത്രിസഭയിൽ കാര്യമായ പ്രാതിനിധ്യമില്ല എന്ന കാര്യം ലത്തീൻ സഭ അധികൃതർ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഫിഷറീസ് വകുപ്പ് സഭയുമായി ബന്ധമുള്ള ആളുകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സഭാ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ചവറ MLA-യും ഇപ്പോൾ മന്ത്രിയുമായ ഷിബു ബേബിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ വനം വകുപ്പ് നൽകിക്കഴിഞ്ഞു. അത് അദ്ദേഹം വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് ചില നടപടികളിലേക്കും മറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഫിഷറീസ് വകുപ്പ് നൽകാൻ കഴിയുക എന്ന പ്രശ്നമുണ്ട്. എന്നാൽ ലീഗ് ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെടുന്നു. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിനും അത്ര കണ്ട് താല്പര്യമില്ല. ഇനിയും വകുപ്പുകളുടെ കാര്യത്തിൽ പലരും തീരുമാനമാകുന്നുണ്ട്. അനൂപ് ജേക്കബിൻ്റെ വകുപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃഷി ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അക്കാര്യത്തിൽ തീർപ്പായിട്ടില്ല. ടി സിദ്ദിഖിന് കൃഷി വകുപ്പാണെന്ന് പറയുന്നു. അക്കാര്യത്തിൽ തീർപ്പായിട്ടില്ല. എം ലിജുവിന് എക്സൈസ് മാത്രമാണ്. ബാക്കി സഹകരണ വകുപ്പ് കൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വകുപ്പുകളുടെ കാര്യത്തിൽ ഇന്ന് ഉച്ചയോടെയെങ്കിലും തീരുമാനമുണ്ടായാൽ മാത്രമേ വൈകുന്നേരം വിജ്ഞാപനം ഇറങ്ങാനുള്ള സാധ്യതയുള്ളൂ. വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാവാതെ മന്ത്രിമാരുടെ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകാത്ത സ്ഥിതിയും വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.